നമസ്കാരം. നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ലഹരി എന്ന മാരക വിപത്ത്. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. ആലപ്പുഴയിൽ ലഹരി വിൽക്കുന്നത് സ്കൂൾ കുട്ടികൾ. പോലീസ് പിടിയിലായ 17-കാരനാണ് ന്യൂസ് 18നോട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഞായറാഴ്ച ദിവസം മാത്രം തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ് എന്ന് ഈ കുട്ടി പറയുന്നു. പാക്കറ്റ് ഒന്നിന് 500 രൂപയ്ക്കാണ് വിൽപ്പനയെന്നും കഞ്ചാവ് വിറ്റാൽ പകരം ലഭിക്കുന്നത് ഉപയോഗിക്കാനുള്ള കഞ്ചാവ് മാത്രമാണെന്നും 17-കാരൻ തുറന്നു പറഞ്ഞു. മകനെ ഏജന്റായി ഉപയോഗിക്കുന്നുവെന്ന് അമ്മയും സ്ഥിരീകരിക്കുന്നു. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് ചുറ്റും ലഹരി മാഫിയകൾ വിലസുകയാണോ? ലഹരി വ്യാപനത്തിന് തടയിടാൻ നടത്തുന്ന പരിപാടികൾ ഫലം കാണുന്നില്ലേ? ലഹരിക്കെതിരെ സമൂഹം ഉണരേണ്ടുന്നത് എങ്ങനെ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. എനിക്കൊപ്പം അതിഥികൾ ചേരുന്നു. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, റിട്ടയർഡ് DGP, പ്രൊഫസർ AV ജോർജ്, വിദ്യാഭ്യാസ വിദഗ്ധൻ, ഡോക്ടർ മോഹൻ റോയ്, സൈക്കാട്രിസ്റ്റ്, അഡ്വക്കേറ്റ് സമീറ അബീസ്, ഇൻഫ്ലുവൻസറാണ്, ഒപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്ന ആളുമാണ്. ഈ അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കാണാം. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്ന? എന്ത് നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. ഇതിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിലെ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പം കൊടുത്തു വരികയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ശക്തമായ നടപടിയിലോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇതാണ് ആ മകൻ്റെ തുറന്നു പറച്ചിൽ. ഒപ്പം അമ്മ അത് സമ്മതിക്കുന്നു. മകൻ്റെ സ്വഭാവ വ്യത്യാസം മനസ്സിലാക്കിയാണ് താൻ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞത്. അങ്ങനെ അതിന് പിന്നാലെ നടത്തിയ സഞ്ചാരമാണ് ഒരുപാട് കുട്ടികൾ ഈ വലയിൽ പെട്ടിട്ടുണ്ട് എന്നതിലേക്ക് എത്തുന്നത്. തുടർന്ന് ആ അമ്മ വളരെ മാതൃകാപരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അത് പോലീസിനെ അറിയിക്കുകയും പോലീസ് ആ സ്കൂൾ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണത്തിൽ അതിൽ പെട്ടുപോയിട്ടുള്ള കുട്ടികളുടെ കണക്കെടുക്കുകയും അവരുടെ മാതാപിതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടികളെ ആ ലഹരി വലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി നടപടികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പോലും അതൊന്നും പോരാതെ വരുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യം നേരിടാൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഞാൻ പോകുന്നത്, നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് അഡ്വക്കേറ്റ് സമീറ അബീസും ഒപ്പം പ്രൊഫസർ AV ജോർജുമാണ്. ഞാൻ സമീറിലേക്ക് വരുന്നതിന് മുമ്പ് പ്രൊഫസർ AV ജോർജ്, നമുക്കൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വ്യാപനം നടക്കുന്നുണ്ട് എന്നും കുട്ടികളെ ലക്ഷ്യമിടുന്നുണ്ട് എന്നും കുട്ടികളെ ക്യാരിയറായി ഉപയോഗിക്കുന്നുണ്ടും എന്നും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇതുപോലെ വെളിപ്പെടുത്തലുകളായും റിപ്പോർട്ടുകളായും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 17-കാരൻ തുറന്നു തന്നെ സമ്മതിക്കുകയാണ്. എന്താണ് പ്രതിഫലം? ആ കുട്ടിയെ ഒരു അയൽവാസിയാണ് ലഹരിയുടെ ഈ വലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് നിർബന്ധിച്ച് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടി അഡിക്റ്റ് ആവുന്നു. പിന്നീട് അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറ്റു കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ അതിൻ്റെ ക്യാരിയറായി മാറുന്നു. ഇതാണ് സാഹചര്യം. അതൊരു തുറന്നു പറച്ചിലാണ്. തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള ഇടപെടലുകൾ അധികൃതർ നടത്തുമ്പോഴും ഇതിങ്ങനെ നിർബാധം തുടരുന്നത് എന്തുകൊണ്ടാണ്?
ലോകവ്യാപകമായി ഉള്ള ഒരു മഹാവ്യാധിയാണ് ഈ മയക്കുമരുന്ന് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യയിൽ ക്രമേണ ഇത് അത്രയധികം വ്യാപകമായിരുന്നില്ല ഒരു കാലത്ത്, പ്രത്യേകിച്ചും കേരളത്തിൽ. എന്നാൽ ഇന്ന് നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ സാഹചര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ മയക്കുമരുന്ന് മാഫിയ സംഘം സംസ്ഥാനത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞു, സ്കൂൾ ക്യാമ്പസുകളിൽ ഇതിന് വ്യാപകമായിട്ടുള്ള പ്രചാരം ലഭിച്ചിരിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, ഞാനൊരു കോളേജ് അധ്യാപകനായി 4 ദശാബ്ദക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. ഇത് സ്കൂൾ ക്യാമ്പസുകളിലേക്കാൾ വ്യാപകമായി കോളേജ് ക്യാമ്പസുകളിൽ ഇത് നടക്കുന്നുണ്ട് എന്നതിന് നേർസാക്ഷിയായി നിൽക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ള കോളേജുകളിലെ നല്ല ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല, നല്ല ഒരു വിഭാഗം, പ്രത്യേകിച്ച് സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അത്ഭുതപ്പെടുത്തുന്ന സംഭവം, അതിൽ ചില പെൺകുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇതിന്റെ കാരിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അവരെയൊക്കെ നമ്മൾ പലപ്പോഴും സംശയത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിലയും മറ്റും കണ്ടാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. പലപ്പോഴും ഇവരോട് ചോദിക്കുമ്പോൾ പറയും, ഇതെന്റെ ആൺ സുഹൃത്ത്, ചേട്ടൻ എന്നാണ് പറയുന്നത്, ഇതെന്റെ ആൺ സുഹൃത്ത് വാങ്ങി തന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഫോണൊക്കെ വാങ്ങിത്തരാനുള്ള വരുമാനം? അത് ചേട്ടൻ കോളേജിൽ വരുന്നതിനകം വെച്ച് മറ്റു പല കാര്യങ്ങളിലൊക്കെ ഇടപെടും, അതിലൊക്കെ വരുമാനമുണ്ട് എന്ന് പറഞ്ഞൊഴിയുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്കൂൾ കോളേജ് എന്ന വ്യത്യാസമില്ലാതെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ ഈ ശൃംഖലയുടെ വളരെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ പ്രധാനമായി ഇത് വർദ്ധിക്കുന്നതിന് കാരണമായി എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത്, ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ ആരും തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം ഇതിൽ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വകുപ്പുകളൊക്കെ വളരെ അപ്രായോഗികമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന ഒരു സത്യം നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ ഇതുപോലെ മയക്കുമരുന്ന് കണ്ടാൽ ഉടനെ അത് തൂക്കി നോക്കണം, അതിന്റെ അളവ് നോക്കണം, അതുപോലെ തന്നെ അതിന്റെ ഗുണനിലവാരം, ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാണ്? അളവ് തൂക്കുമ്പോൾ സാധാരണയായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ എക്സൈസ് ഉദ്യോഗസ്ഥനോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തൂക്കാൻ പോകുന്നു, തൂക്കി നോക്കിയിട്ട് അതിന്റെ അളവ് നോക്കുന്നു. അപ്പോൾ ശിക്ഷിക്കപ്പെടാവുന്ന അളവിലാണെങ്കിൽ മാത്രമേ അയാൾ പ്രതിയാകുന്നുള്ളൂ. അതിൽ 0.1 മില്ലിഗ്രാം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പ്രതിയാകുന്നില്ല. ഈ തരത്തിൽ വളരെ അശാസ്ത്രീയമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. നമ്മളൊക്കെ പലപ്പോഴും കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടവരുടെ പട്ടികയൊക്കെ പുറത്തു വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ 8 വർഷങ്ങളായി ജാമ്യത്തിൽ പുറത്താണ് എന്ന് പത്രത്തിലെ വാർത്തയുടെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങളായി തുടങ്ങിയതാണ്. ചില പ്രതികളുടെ കാര്യത്തിൽ പറയും 14ാമത്തെ കേസാണിത്. അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ 13 കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് യഥേഷ്ടം ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾ മാതൃകാപരമായി കർശനമായി ശിക്ഷിക്കപ്പെടുന്ന വ്യവസ്ഥകൾ ഇന്നത്തെ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. അത് ഏത് സർക്കാരാണെങ്കിലും, സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ആ തരത്തിലുള്ള ഈ ലൂപ്പ് ഹോളുകളൊക്കെ തടയാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിനകത്ത് ഒരു വലിയ ഗൂഢസംഘം ഈ പറയുന്ന എക്സൈസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഇതിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള വലിയ കൊടും ക്രിമിനലുകൾക്കുള്ള വരുമാനം കോടികളുടെ വരുമാനമാണ്. അതിന്റെ ഒരംശം പറ്റിക്കൊണ്ട് ഈ പ്രതികളെയൊക്കെ തമസ്കരിക്കുന്നതായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് എന്ന കാര്യം നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇതൊരു വലിയ നെക്സസ് ആണ്, വലിയൊരു മാഫിയ സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് ഒരു രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട കേസുകളൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ.
അതിവ്യാപകമായി ഇത് ക്യാമ്പസുകളിൽ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരാകട്ടെ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, ഇപ്പോൾ പ്രൊഫസർ എ വി ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണങ്ങൾ എത്തുന്നില്ല. അവരിലേക്ക് എത്തിയാലും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് അവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഈ സംഭവത്തിൽ കുട്ടികളാണ് ക്യാരിയേഴ്സ് ആയിട്ടുള്ളത്. നൂറുകണക്കിന് കുട്ടികൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതിലുമധികം കുട്ടികൾ ഇത് ഉപഭോഗത്തിനായി വാങ്ങുന്നു. 500 രൂപ ഒക്കെ കൊടുത്ത് കുട്ടികൾ ഇത് വാങ്ങുന്ന സാഹചര്യം അവരെ കൊണ്ട് കൂടുതൽ ദിവസം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ പൈസയുടെ ഷോർട്ടേജ് വരുമ്പോൾ അവരെ ക്യാരിയറാക്കി മാറ്റുക എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ? ഈ യഥാർത്ഥ ആളുകളിലേക്ക് എത്തുന്നതിന്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ഇടപെട്ടുള്ള കേസുകളൊക്കെ ആകുമ്പോൾ? ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ വിദേശത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ന്യൂസ് 8നോട് സംസാരിക്കുന്നത്. ഈ വിഷയം കേരളത്തെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ അധികം ഭയപ്പെടുത്തുന്നു. അതിഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം അനേകം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചു. ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഈ രാജ്യത്തൊക്കെ ഇത് കുറേയൊക്കെ നിയമവിധേയമാക്കി. അതായത് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു മാർഗത്തിലൂടെ പോയത് പരാജയപ്പെട്ട അവസരത്തിലാണ് ഇതിനെ കൺട്രോളായിട്ട് കൊണ്ടുവന്നത്. ഉദാഹരണത്തിന് ഇവിടെ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലെ 25 സംസ്ഥാനങ്ങളിലും ഇത് നിയമവിധേയമാണ്. ഇന്ത്യയിലാകട്ടെ ഇത് നിയമവിധേയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1900 അവസാന കാലഘട്ടത്തിൽ മിസ്റ്റർ കാന്തിന്റെ സമയത്താണ് ഇത് പൂർണ്ണമായിട്ടും ഡ്രഗ്സ് ആക്ട് കൊണ്ടുവന്നു ഇതിനെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന നിങ്ങൾ കഞ്ചാവ് എന്ന് പറയുന്ന ഇവര് വിൽക്കുന്ന 500 രൂപയുടെ സാധനമൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു കഞ്ചാവോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഡ്രഗോ അല്ലാതെ അത് സിന്തറ്റിക് ആയിട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കെമിക്കലായിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതിന്റെ ഡീവിയേഷനായിട്ട് പറയാൻ കാര്യം, ഇതിന്റെ ഭയാനകത്വം കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ല, ഇത് ലോകമെമ്പാടും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പോലീസോ അല്ലെങ്കിൽ എക്സൈസോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് ബഹുമുഖങ്ങളായിട്ടുള്ള അപ്രോച്ചുകൾ വേണം. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് ഞാൻ വരുമ്പോൾ, ഞാൻ കേരള പോലീസിൽ ഏതാണ്ട് 38 വർഷക്കാലം ജോലി ചെയ്തു. ഞങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഇത് വളരെ ലഘുവായിരുന്നു, കഞ്ചാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ കഞ്ചാവിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് MDMA, അതുപോലെ തന്നെ മോർഫിന്, അതുപോലെ പത്തഡിന്, അതുപോലെ സോമനി പുതിയ നെയിമുള്ള കെമിക്കൽ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതാണ് അതിഭയങ്കരമായ രീതിയിൽ മനുഷ്യനെ കൂടുതൽ ബാധിക്കുന്നത്. എന്ന് കരുതി കഞ്ചാവ് കുട്ടികൾ വലിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണമെന്നോ അവർ തന്നെ നമ്മളെ ലഘൂകരിച്ച് കാണുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ള അല്ലെങ്കിൽ അന്വേഷണത്തിന് അവസരമുള്ള ഒരു പോലീസ് ഫോഴ്സ് ഇല്ല. ഏതാണ്ട് 61,000 പോലീസ് ഫോഴ്സാണ്. പിന്നെ എക്സൈസിലാണെങ്കിലും അതിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കറിയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണം ഇതിനകത്ത് നടപടിയെടുക്കാം. ഇൻഫാക്ട് എനി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും വേണമെങ്കിൽ ഇതിനകത്ത് കേസ് എടുക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എടുക്കാം, കസ്റ്റംസിന് എടുക്കാം, അങ്ങനെ പല ഏജൻസികൾക്ക് എടുക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു കേസ് ഇതിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന് ഞാൻ താമസിക്കുന്നത് തമ്മനത്താണ്, വൈറ്റിലൽ. അതിനടുത്ത് നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ വൈകുന്നേരങ്ങളിൽ ചെന്നപ്പോൾ, രാത്രി സമയങ്ങളിൽ ചെന്നപ്പോൾ, ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് വളരെയധികം ചെറുപ്പക്കാര് ഡ്രഗ്സ് അടിച്ച് അതുവഴി ഇങ്ങനെ നടക്കുന്നു. സ്ത്രീകളൊക്കെ ഇങ്ങനെ പോലീസ് വരുന്നു, നീ എന്നാ ചെയ്യാനാടാ, നീ നിന്റെ പാട്ടിന് പോടാ. കാരണം അവരെ അടിച്ച ഒരു രീതിയിൽ അവർക്ക് ഓർമ്മയില്ല. അപ്പോൾ പോലീസുകാരെ നോക്കി നിൽക്കുക. കാരണം ഇവരെ അപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ പൊസഷൻ ഇല്ല. പൊസഷനകത്തോളം കാര്യം ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇവരുടെ വലിയൊരു FIR ഇടാൻ പറ്റില്ല. FIR ഇട്ട് കഴിഞ്ഞാലും പിന്നെ അതിന് ശേഷമുള്ള നടപടികളകത്ത് ഈ കുട്ടികൾ ഈ അണ്ടർ ദി ഇൻടോക്സിക്കേഷൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ മനുഷ്യാവകാശമുണ്ട്, മറ്റ് ഏജൻസികളുണ്ട്, പുലിവാലായി.
അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നവരെ നിന്ന് ഒന്ന് കയ്യേ കാലെ വിളിച്ച് വീട്ടിലെ വിളിച്ച് ആരെയും വിളിച്ച് പറഞ്ഞു വിട്ടുന്ന ഒരു രംഗമാണ് ഞാൻ അവിടെ കണ്ടത്. ഞാനതിന് കുറ്റകൃത്യമായിട്ട് പറയാൻ കരുതുന്നത്, കാരണം അവരെ ഒരു കൺട്രോളും വെഹിക്കിളുണ്ട്, അവരെ മിനിസ്റ്റർക്ക് പൈലറ്റ് പോകണം, ഇതേ സമയം വേറെ എവിടെയെങ്കിലും ഒരു അടിപിടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന കുട്ടികളുടെ കാര്യം നോക്കണം. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പേപ്പർ വർക്കാണ് അതിൻ്റെ അവസാനം വരെ. പിന്നെ ഇതിനകത്ത് ഒത്തിരി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി പ്രീകോഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി നിബന്ധനകൾ നിയമം വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവരെ പരിശോധിക്കുമ്പോൾ ലേഡി ആണെങ്കിൽ ലേഡി ഓഫീസർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം ഉണ്ടാകണം. അതിനുശേഷം ഇതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പ്രൊഫസർ നേരത്തെ സംസാരിച്ചു. അങ്ങനെ അനേകം ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, അത് സീൽ ചെയ്യുന്നു, അത് അയക്കുന്നു, അത് പിന്നെ കെമിക്കൽ എക്സാമിനർക്ക് അയക്കുന്നു. അവിടെ വളരെ നീണ്ട ഒരു ക്യൂ കിടക്കുന്നു. അവിടുന്ന് പരിശോധനാ ഫലം വരുന്നില്ല. പരിശോധന ഫലം വന്നു കഴിഞ്ഞ് കോടതിയിൽ ഇത് ക്യൂവിൽ പോകുന്നു. 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോടതി ശിക്ഷ വരും. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരേ ഒരു നൂലപാടുകളുണ്ട്. എന്തിനാ എന്നുള്ള നിലയിൽ വളരെ 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 ഭീകരമായിട്ടുള്ള കേസുകൾ മാത്രമേ പോലീസ് എടുക്കുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിൽക്കൊണ്ടിരിക്കുന്നവർക്കും ഇത് വലിയൊരു വളമായിട്ട് മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് 18 കൊണ്ടുവന്ന ഈ തീരുമാനത്തിൽ തന്നെ ആ കുട്ടി വന്ന് പറയുന്നു, കുട്ടിയുടെ മാതാപിതാക്കൾ ഇൻട്രസ്റ്റ് എടുക്കുന്നു. എനിക്ക് 1-2 കേസുകൾ അറിയാം. ഞാൻ എറണാകുളം ബേസ് ചെയ്തുള്ളൊരു ജോലിയിലിരിക്കുമ്പോൾ അവിടെ ഗൾഫിൽ നിന്നുള്ള ഒരു അമ്മയും അപ്പനും മോനെ എഞ്ചിനീയറിംഗ് പഠിക്കുക പൈസ അയക്കുകയാണ്. അപ്പോൾ അവൻ പഠിക്കാൻ വേണ്ടി ആ പൈസയുടെ ചുറ്റുപാടും പൈസ ഇല്ലാത്ത വീട്ടിലെ കുറച്ച് പിള്ളേർ നിന്നിട്ട് ഇവൻ ഫോറിനിൽ നിന്ന് പൈസ വരും, അത് ഈ പൈസ ഇല്ലാത്ത പിള്ളേർക്ക് കൊടുത്ത് അവന്മാരിത് മേടിച്ചുകൊണ്ട് വരും. സ്ഥിരം വലിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെയൊക്കെ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ വളരെ സമയം എടുക്കുന്നുണ്ട് ഇതിൻ്റെ വിഡ്രോവൽ സംഭവം വരാനും അവരെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും. ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ കാതലായ സബ്ജക്റ്റിലേക്ക് വരികയാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, ഇതിനെ കൺട്രോൾ ചെയ്യാനായി ഇതിന് നിയമപരമായിട്ടുള്ള ചില ഒരു ആക്സസ് കൊടുക്കണം. ഇപ്പോൾ തായ്ലൻഡ് രാജ്യത്ത് ഇപ്പം ഫസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ടു ലീഗലൈസ് ഇറ്റ്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അനേക സ്ഥലത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിലിറ്റിയെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആൽക്കഹോൾ തന്നെ പൂർണ്ണമായിട്ട് ഇവിടെ നിരോധിച്ച സംഭവിക്കുന്നതിന് വ്യാജമദ്യ കേസുകൾ ഉണ്ടാകുന്നു, എല്ലാം അങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ആ തരത്തിലുള്ളൊരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ട കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യ ലെവലിൽ പോകുന്നത്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല. എക്സൈസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും നാർക്കോട്ടിക്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സബ്ജക്റ്റാണ്. അതിനെ പറ്റിയുള്ള ചർച്ചകൾ വരണം. ഒന്നാമത് അത് വരാൻ സമയം എടുക്കുന്നിടത്തോളം കാലം ഇതിൽ കൂടുതലായിട്ടും വേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും ഒരു ബന്ധമാണ്. ഇവരൊക്കെ ഇത് വലിക്കുന്നവരാണെങ്കിൽ 1-2 വലി കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്കും അറിയാൻ പറ്റും, കൂട്ടുകാർക്കും അറിയാൻ പറ്റും, അധ്യാപകർക്കും അറിയാൻ പറ്റും വലിക്കുന്നവനാണ്. പക്ഷെ അവരൊക്കെ ഇത് അവഗണിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഈ നമ്മുടെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ തകർന്നല്ലോ. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വേസ്റ്റും അതുപോലെ തന്നെ എന്തുമാകാം ആർക്കുമാകാം സാൻമാർഗികത എന്നുള്ളതൊക്കെ ഒരു അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ ഇറങ്ങിയാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെറുപ്പക്കാരൊക്കെ നടക്കുന്നതും വൈകുന്നേരങ്ങളിൽ രസിച്ച് ലഹരിയുടെ നിയമപരമായും അല്ലാത്ത രീതിയിലുള്ള ലഹരികളൊക്കെ നടക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയാൽ നമ്മളോട് പറയും, നിങ്ങൾ ഓൾഡ് ജനറേഷനാണ്, ന്യൂ ജനറേഷൻ ഇങ്ങനെയല്ല, ഇത് ഇവിടെ അലൗഡാണ്, ഇത് നമുക്ക് നിങ്ങൾ പഴയ തലമുറക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിക്കുന്ന രംഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഞാനിവിടെ മറ്റു ചർച്ചയിൽ പങ്കെടുക്കേണ്ടവരുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ചർച്ച ചെയ്താലും എത്ര പൊടുന്നതിനെതിരെന്നൊരു പ്രശ്നമല്ല ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ശരി, ദയവായി താങ്കൾ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ മോഹൻ റോയ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു നിർത്തുന്നത് ലീഗലൈസ്ഡ് ആക്കിയാൽ ഒരു പരിധിവരെ, അല്ലെങ്കിൽ ലീഗലൈസ്ഡ് ആയിട്ടുള്ള നാടുകളിൽ ഒരു പരിധിവരെ ഇതിൻ്റെ വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാം, എഴുത്തുകാരനും സ്വതന്ത്ര ചിന്തകനുമായ മൈത്രേയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ സമാനമായ ഒരു അഭിപ്രായം പങ്കുവെക്കുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തു. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം? നിരോധിക്കുമ്പോൾ, നടപടികൾ കടുപ്പിക്കുമ്പോൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം കർശനമാക്കുമ്പോൾ യാതൊരു തടയുമില്ലാതെ ലഹരി വ്യാപനം നടക്കുന്നു, കൂടുതൽ കുട്ടികൾ അതിൻ്റെ വലയിൽ പെട്ടുപോകുന്ന വാർത്ത വരുമ്പോൾ എന്താണ് ഇതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ന സംശയം തോന്നുന്നു. വളരെ രസകരമായ വാദമാണ്. യഥാർത്ഥത്തിൽ ഈ വാദത്തിന് തുല്യമായി പറയാവുന്നത്, രാജ്യത്തെ കുറ്റകൃത്യങ്ങളെ നമ്മളൊന്ന് വർഗീകരിക്കുക. കുറ്റകൃത്യങ്ങളെ വർഗീകരിച്ചതിന് ശേഷം ഏറ്റവും സർവ്വസാധാരണമായി നടത്തുന്ന ചില കുറ്റകൃത്യങ്ങളുണ്ടല്ലോ. ഈ കുറ്റകൃത്യങ്ങളങ്ങ് നിയമവിധേയമാക്കി കഴിഞ്ഞാലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു
ചിന്തയുണ്ടല്ലോ, ആ ചിന്തയ്ക്ക് തുല്യമായത്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നാം ഈ ലഹരി വസ്തുക്കൾ നിയന്ത്രിച്ചിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത് എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറുവാദമുണ്ടല്ലോ. എന്തിനാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രായപരിധി വച്ചിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇന്ത്യയുടെ സാഹചര്യത്തിൽ മദ്യവും പുകയിലയുമാണ് നിയന്ത്രിത ലഹരികൾ, മറ്റെല്ലാം അനിയന്ത്രിത ലഹരിയാണ്, അൺകൺട്രോൾഡ് ഡ്രഗ്സാണ്. ഇതിന് പോലും പ്രായപരിധിയുള്ള നാടാണിത്. കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള പ്രായം 23 എന്തിനാണ് ഇത് 23 വെച്ചിരിക്കുന്നത്? ഞാനൊരു ചെറിയ ശാസ്ത്രീയമായ കാര്യം പറയാം. നിങ്ങൾക്ക് 2025 ഓഗസ്റ്റ് 15 വരെ മദ്യം എന്ന വസ്തു ലോകത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ലോകത്താരും ഈ വസ്തു കണ്ടുപിടിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇല്ല, മദ്യം ഇല്ലായിരുന്ന കാലം. 2025 ഓഗസ്റ്റ് 16 മദ്യമെന്ന പുതിയ ഒരു വസ്തു നമ്മൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്തെ ഏത് രാജ്യങ്ങളിലും അത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്? എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ലോകത്തൊരു രാജ്യത്തും അത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നേ. അതിൻ്റെ കാരണം ഇപ്പോഴും മദ്യം ക്യാൻസർ ഉണ്ടാകുന്ന പദാർത്ഥമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര ക്യാൻസർ സൊസൈറ്റിയുടെ വർഗീകരണത്തിലുള്ളത്. മദ്യം പോലും അങ്ങനെയാണ്. പുകയിലയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ പിന്നെ ബാക്കിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അങ്ങ് നീതീകരിച്ചേക്കാം, ഇതൊക്കെ അങ്ങ് ലീഗലൈസ് ചെയ്യാമെന്ന് പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ എലിയെ പേടിച്ച് ഹില്ലം ചൂടുന്നതിന് തുല്യമാണെന്നൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും എലി കയറിക്കഴിഞ്ഞു, ഇനി വീടങ്ങ് കത്തിച്ചേക്കാമെന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തുകയും ആ പരാജയത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ വിഷയം? നിരോധിച്ച ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ശൃംഖലകളുണ്ട്. ഈ ശൃംഖലകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല. പല കാര്യങ്ങളിലും നമുക്കറിയാവുന്ന, ഇപ്പം എങ്ങനെയാണൊരു വ്യക്തി ലഹരിയുടെ പടവുകൾ കയറി പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അവരാദ്യം ഒരു കുട്ടിയെ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ എടുക്കുന്നു, അയാൾക്ക് ആദ്യത്തെ 1, 2, 5 ഡോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഫ്രീ ആയിട്ട് കൊടുത്തതിന് ശേഷം അയാൾ വീണ്ടും വാങ്ങാൻ ചെല്ലുമ്പോൾ പറയുന്നു എല്ലാം ഫ്രീ അല്ല, 10 പൊതി നിൻ്റെ കയ്യിൽ തരാം, 10-ൽ 9 നീ വിൽക്കും, 1 നീ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇല്ലീഗൽ ഡ്രഗ് ലോകത്ത് വിൽക്കുന്നിടത്തെല്ലാം യൂസേഴ്സ് പെഡ്ലേഴ്സ് ആണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ വിപണന ശൃംഖലയിൽ അംഗവുമാണ്. നിയന്ത്രണ വിധേയമായ ലഹരിക്ക് അങ്ങനെയല്ല. നിയന്ത്രണ വിധേയമായ ലഹരി നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ശാരീരിക മാനസികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. പുകവലി കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എത്ര തരം ക്യാൻസറുകളാണ് പുകയില വരുത്തുന്നത്? മദ്യത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും വളരെ കൃത്യമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുണ്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പഠനങ്ങളുണ്ട്. അവ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിലൊന്നും ഒട്ടും മാറ്റം വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലൊരു കാര്യം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് അതെ, യഥാർത്ഥത്തിൽ നോക്കൂ, കഞ്ചാവ് ഈ ലീഗൽ എന്ന് പറയുമ്പോൾ എന്തുപയോഗങ്ങൾക്കാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്? കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നേ. HIV ബാധിതരിൽ, മരണാസന്നരായവരിൽ വിശപ്പ് കൂട്ടുന്നതിന്, അല്ലെങ്കിൽ ക്യാൻസർ രോഗികളിൽ വിശപ്പ് വർദ്ധിക്കുന്നതിന്, ഇതിനൊക്കെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ ഉപയോഗമായി പറഞ്ഞിട്ടുള്ളത്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ തള്ളിവിടണമെന്നാണോ നമ്മൾ പറയുന്നത്? കേരളത്തിലൊക്കെ ഇപ്പോൾ 80കളിലോ 90കളിലോ ഒക്കെ 5-5.5 ലക്ഷം കുട്ടികൾ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ചേർന്നത് ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികളാണ്. ഒന്നാമതേ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളിലൂടെ ഇതങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം എന്നാണോ ഈ വാദക്കാരൊക്കെ ഉദ്ദേശിക്കുന്നത്? അത് തികച്ചും അശാസ്ത്രീയമാണ്. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അസംബന്ധമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ലഹരിയുടെ വല നമുക്ക് അറക്കാൻ സാധിക്കുന്നില്ല. അത് ശരിയാണ്. എന്നാൽ പിന്നെ നിയന്ത്രണ വിധേയമാക്കുമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിച്ച പോലെ കുറ്റകൃത്യങ്ങൾ അങ്ങ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് നമ്മൾ വിചാരിക്കുന്നത്? മദ്യത്തിൻ്റെയും പുകയിലയുടെയും കാര്യം നമുക്കറിയാം. ഈ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിത്തഭ്രമം പോലെയുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് ഈ 23 മദ്യത്തിന് പോലും വെച്ചിരിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ ഈ മുൻഭാഗം, പ്രീഫ്രോണ്ടൽ ദളം എന്ന് പറയുന്ന ഈ ഭാഗമാണ് വളർച്ചയും വികാസവും, നമ്മുടെ തലച്ചോറിൻ്റെ ഈ പറയുന്ന ഭാഗത്തിൻ്റെ വളർച്ചയും വികാസവുമാണ് നമ്മുടെ അഗ്രഷൻ അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി, കാര്യഗ്രഹണശേഷി, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗം ഒന്ന് വളർന്ന് മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ 18-ൽ കാണുന്നതല്ല. അത് ഈ തലച്ചോറിൻ്റെ മുൻഭാഗത്തിൻ്റെ പ്രീഫ്രോണ്ടൽ ദളത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയും വികാസത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത്. അത് കഴിഞ്ഞാണ് നിങ്ങൾ ലഹരി തുടങ്ങുന്നതെങ്കിൽ, അത് കഴിഞ്ഞെങ്കിൽ ലഹരി തുടങ്ങാനൊന്നും ആരും പറയുന്നില്ല. അത് കഴിഞ്ഞാണ് നിങ്ങൾ ലഹരി തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ലഹരിക്ക് ദൂഷ്യവശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ 23
വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് 23 കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ആരും പറയുന്നില്ല. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഉൾപ്പെടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഇപ്പോഴും ലഹരി ഉപയോഗിച്ച ക്യാൻസർ വരുമെന്ന എന്ന് വരുന്ന ക്യാൻസറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ക്യാൻസർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ തലച്ചോറ് ചത്തിരിക്കും, നിങ്ങളുടെ കഴിവുകളില്ലാണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വാദം പറയുന്നതൊക്കെ ഒരു കടന്ന കൈയാണ്. പ്രത്യേകിച്ച് ഒരു നിയമപാലകനിൽ നിന്നുമൊക്കെ, ഒരു പഴയ നിയമപാലകനിൽ നിന്നും ഒരിക്കൽ യൂണിഫോം ഇട്ടാൽ എപ്പോഴും യൂണിഫോം ഇട്ടു എന്ന് തന്നെയാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ നിയമപാലകരും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ചിനും ഒരു ലൈക്കിനും 10 കമൻറ്റിനും വേണ്ടി എന്തും വിളിച്ചു വരുന്നവരും പറയുന്നവരോട് ഇത്തരത്തിലേ പറയാൻ സാധിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. ശരി, എന്തായാലും നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. നിരോധനം കർശനമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വയലേഷൻ ഉണ്ടാകുമ്പോൾ അത് വാർത്തയാകും. അതേസമയം നിരോധനമേ ഇല്ല എങ്കിൽ ആരും അറിയാതെ ഇത് നിർബാധം ഇങ്ങനെ പോകുന്ന സാഹചര്യവും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്നത് തർക്കമായി തന്നെ തുടരും. അഡ്വക്കേറ്റ് സബീറ ആവീസ്, ഇവിടെ ഇപ്പോൾ താങ്കൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. ടീനേജേഴ്സുമായി ഇടപഴകി അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് നമ്മുടെ യുവതയ്ക്ക് സംഭവിക്കുന്നത്, കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ പല പല സംഭവങ്ങളായി കണ്ടുവരുന്നു. രാസലഹരി പോലും നിർബാധം ഒഴുകുന്നു നമ്മുടെ സ്കൂളുകൾ, കോളേജ് ക്യാമ്പസുകൾ ഒക്കെ കേന്ദ്രീകരിച്ച്. ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതമായോ ഞെട്ടലോ താങ്കൾക്ക് ഉളവാക്കുന്നുണ്ടാകില്ല. ഇപ്പോഴത്തെ സാഹചര്യം സ്കൂളുകളിൽ കൂടുതൽ മോശമായി വരികയാണോ? നമസ്കാരം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രത്യേക ബ്രേക്കിംഗ് ന്യൂസായി വന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പറ്റം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കാര്യം. ഇവിടെ നിയമങ്ങൾ കുറവില്ല. നിയമപാലകർ വന്ന് സംസാരിച്ചു. അവർ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്, കോടതിയിലേക്ക് വിടുന്നത്, നിയമങ്ങൾ, അതിനൊന്നും കുറവില്ല. മാത്രവുമല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്തവരുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമുക്കിത് തടയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വേരോടെ പറിച്ചെറിഞ്ഞാൽ മാത്രമേ അത് പോകുകയുള്ളൂ. അതുപോലെ പറിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് പാലാണ്. എങ്കിലും ഇപ്പോഴും നോക്കൂ, ഈ ചർച്ചയിൽ പോലും ഇതൊക്കെ എങ്ങനെ നിയമപരമാക്കി ഇത് മെച്ചപ്പെടുത്താമെന്ന് സംസാരിച്ചു വരുന്നു. അത്ഭുതം തോന്നുകയാണ്. അഭിഭാഷക എന്നതും ഇൻഫ്ലുവൻസർ എന്നും ക്ലാസ് എടുക്കാൻ പോകുന്ന ആളെന്നും ഉള്ളതൊക്കെ മാറ്റിവെച്ചാൽ ഞാനൊരു അമ്മയും കൂടിയാണ്. ഈ സമൂഹത്തിലാണ് എന്റെ കുഞ്ഞും വളർന്നു വരുന്നത്. അവനും ഇങ്ങനത്തെ ട്രാപ്പുകളിൽ ചെന്ന് വിടുമ്പോൾ അത് നിയമപരമായി നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് എനിക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു അമ്മമാർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒരു അമ്മ ഇതുമായി പുറത്തു വരേണ്ടി വന്നത്. പിന്നെ ഇതിനെ തൊട്ട് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഇത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ നിന്ന് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ, ചെറിയ അലസതകൾ, ചെറിയ കെയർലെസ്നെസ് ഒക്കെ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കണ്ടുവരുത്താൻ സാധിച്ചാൽ തന്നെ ഇതിന്റെ ഉപയോഗമുണ്ടോ, ഇതിനകത്ത് ഇവരൊരു കണ്ണിയാണോ, ഇവരൊരു ശൃംഖലയിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കൗൺസിലിംഗ് പോലെയുള്ള സ്കൂളുകളിലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ കോളേജ് തലത്തിലേക്ക് സംസാരിക്കുന്നില്ല, നമ്മൾ പറയുന്ന വിഷയം സ്കൂളുകളിലായതുകൊണ്ട്. ഒരു 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ പോലും ഇപ്പോൾ വിലയേറിയ ഫോണുകൾ വരുന്നു. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ചേട്ടൻ തന്നു എന്നല്ല, അത് മേടിച്ചു, ചെറിയ കാശ് കൊടുത്താൽ മതി അച്ഛ, ചെറിയ കാശ് കൊടുത്താൽ മതി അമ്മ, ബാക്കി ഞങ്ങളിങ്ങനെ അങ്ങനെ പറയുന്നത് കേട്ടങ്ങാ ഓക്കെ എന്ന് വെക്കാതെ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരുന്നു, ഇവരുടെ ലക്ഷറി ലൈഫ് എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു പോവുക. അതിനൊക്കെ സമയം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമുണ്ട്. എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്നൊരു റീസണുമുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് സമയം കണ്ടെത്തുക. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആങ്കർ അത് പറയുകയുണ്ടായി ഒരു ഇന്റർവ്യൂവിനെ പറ്റി. അതിനകത്തും ഇതുപോലെ ഇത് നിയമപരമായ ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ സാറ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ 10 ലൈക്കിനും 5 കമന്റിനും വേണ്ടി എന്ത് വിടുവായിത്തരവും വന്നിരുന്ന് കുറെ പേർ പറയുന്നുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിന് എന്ത് ചെയ്തിട്ടാണാവോ ഈ ഇന്റർവ്യൂകളിൽ വിളിക്കുന്നതെന്ന് പോലും നമുക്കൊന്നും അറിയില്ല. അവർ പറയുന്ന ഈ കാര്യങ്ങൾ പക്ഷെ കുറെ മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം നെഗറ്റീവായി പറയുന്നത് ഈ
വളർന്നു വരുന്ന കുട്ടികൾ, അതായത് യുവത്വത്തിലേക്ക് വളരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ചേറിലേക്ക് ചവിട്ടി ചാടാനുള്ള ഒരു രസം പോലെ അത് വളരെയധികം കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നിയമപരമാക്കിയാൽ എന്താണെന്ന് പറയുകയും ശ്രീമതി സമീറ, ഇത് ലീഗലൈസ്ഡ് ആക്കുക, ഇത് നമ്മൾ സംസാരിക്കുന്നത് സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഹയർ സെക്കൻഡറിയിൽ മാത്രം എത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിലാണ്. അവിടെ ആ കുട്ടി തുറന്നു പറഞ്ഞത് പ്രകാരം അതിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള 100ഓളം കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചു വരുത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുട്ടികൾക്ക് കൗൺസിലിങ്ങും മറ്റും കൊടുക്കുകയാണ്. അപ്പോൾ ലീഗലൈസ്ഡ് ആക്കുന്ന ഒരു സാഹചര്യം പോലും ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അതിലും എത്രയോ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നമ്മൾ സ്കൂളിലുള്ള ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പോലും ഇത്തരം ഒരു കാര്യത്തിലേക്ക് ചർച്ച പോലും നീങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ കുറെ ആൾക്കാരും ഒക്കെ കാരണക്കാരാണ്. ഇവരുടെയൊക്കെ ബാക്ക് സ്റ്റോറിയും അതും ഇതും ഒന്നും നമ്മൾ അന്വേഷിച്ചു പോകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് സെന്റേഴ്സ് ഇഷ്ടം പോലെ എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് ഉണ്ട്. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇല്ലാത്ത പോലെ കുട്ടികൾക്ക് അവിടെ തുറന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ എന്നെ ട്രാപ്പ് ചെയ്തതാണ്, എന്നെ അഡിക്റ്റ് ആക്കിയതാണ്, എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണെന്നൊക്കെ പറയാൻ ഇപ്പൊ സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളുണ്ട്. എന്നിട്ട് പോലും കുട്ടികൾ പറയുന്നില്ല. കാരണം അതിൽ നിന്നുണ്ടാവുന്ന മോണിറ്ററി ബെനിഫിറ്റോ അല്ല അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നു, അല്ലെങ്കിൽ അവരൊരു കണ്ണിയായി പ്രവർത്തിക്കുമ്പോൾ അവരെ അതിൽ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പോലും ഇവർ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് പറയാൻ സാധിക്കുന്നിടത്ത് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട്? ആരെയാണ് ഇവർ ഭയക്കുന്നത്? ആരെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഭയക്കുന്നത്? അത്രയ്ക്ക് ശക്തമാണ് ഈ മാഫിയ. ഈ മാഫിയയ്ക്ക്, ശക്തമായ മാഫിയയെ ഒന്നടങ്കം എങ്ങനെ നിർത്താം, എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തുന്നിടത്താണ് ഈ ചർച്ചകൾ വിജയം കാണുന്നത്, ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലത്ത് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. നിയമസഭയിൽ ലഹരി വ്യാപനം എന്നതൊരു വലിയ ചർച്ചയായി തന്നെ കൊണ്ടുവന്നു. ലഹരി വ്യാപനമുണ്ട് എന്ന കാര്യം മന്ത്രി എം.പി. രാജേഷ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ ഗൗരവത്തോടെ കണ്ട് സർക്കാർ ഇതിൽ നടപടികളും സ്വീകരിച്ചു വരുന്നു. അതിൽ പറഞ്ഞ ചില കണക്കുകൾ ഈ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അത് 2023 10,761 പരിശോധനകളാണെങ്കിൽ 32,846 എന്ന രീതിയിൽ അത്രമാത്രം സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റുമുള്ള പരിശോധനകൾ കൂടി. കേസുകൾ വർദ്ധിച്ചു. 24,517 കേസുകളാണ് 2024 മാത്രം രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ കേസുകളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു. പഞ്ചാബിലും മറ്റും 9,134 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് കേരളത്തിൽ ഇത്രയധികം കേസുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തുടരുന്ന ഒരു ജാഗ്രത കൂടി അതിൽ മനസ്സിലാക്കാം. പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൊഫസർ എ വി ജോർജ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഇത്തവണ ആദ്യമായി വരവേൽപ്പ് എന്ന് പറഞ്ഞ സർക്കാർ ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സാധാരണ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പ്രവേശനോത്സവം ഉണ്ടാകാറുള്ളത്. ഇത്തവണ വരവേൽപ്പ് എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുകയും അവർക്ക് ലഹരി വ്യാപനം അതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ഒരു ദിവസത്തെ ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു. മുഖ്യമന്ത്രി അതിന് പ്രത്യേക യോഗം വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മതിയാകുന്നില്ല നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പർട്ടിക്കുലർ കേസിൽ അയൽവാസിയാണ് ഈ കുട്ടിയെ സമീപിക്കുന്നത്. അയൽവാസിയുടെ കൂടെ ആ കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അമ്മ സംശയിക്കില്ല. പിന്നീട് കുട്ടികളുടെ എണ്ണം കൂട്ടം കൂടൽ എന്ന തരത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുമായി ഫ്രണ്ട്ഷിപ്പ് എന്ന തരത്തിൽ ഒരു സംശയം തുടങ്ങുന്നു. അതിനുശേഷം പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റം കാണുന്നു, ദേഷ്യം പ്രകടിപ്പിക്കുന്നു, വീട്ടിലെ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെയാണ് അമ്മ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തുന്നത്. അതിനുശേഷം അതിന് പിന്നാലെ സഞ്ചരിച്ച് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. പിന്നീട് ആ കാര്യം പോലീസിനെ അറിയിക്കാൻ ആ അമ്മ ഇടപെടുന്നു. അതിനെ തുടർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര നടപടിയെടുത്താലും മറച്ചു പിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അത്രമാത്രം ഭീതിതമായി ഈ ലഹരിയുടെ വല നമ്മളുടെ കുട്ടികളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെ അധ്യാപകർക്ക് ഏറ്റവും ആദ്യം
ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് അധ്യാപകർക്കൊക്കെ ആയിരിക്കും. അധ്യാപകർക്ക് എന്ത് പങ്ക് ഇതിൽ ചെലുത്താൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ പരിശോധനകളും മറ്റ് നടപടികൾക്കും അപ്പുറം നമ്മുടെ സ്കൂളുകൾ കുട്ടികളെ ആ രീതിയിൽ നിരീക്ഷിക്കുന്ന ഇടങ്ങളാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ സംരക്ഷണം കൊടുക്കുന്ന ഇടങ്ങൾ ആകുന്നുണ്ടോ? അതിലെന്തൊക്കെ മാറ്റങ്ങൾ താങ്കൾക്ക് നിർദ്ദേശിക്കാനുണ്ട്? ജനകീയ നിർദ്ദേശങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളും ഒക്കെ വളരെ പ്രസക്തിയുള്ളതാണ്. എന്നാലും എനിക്ക് ഒന്നാം ഭാഗത്ത് പറഞ്ഞ ബോധപൂർവമല്ലാത്ത ഒരു തമാശയായിട്ട് ഞാൻ കണ്ടത് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അങ്ങ് പറഞ്ഞു നിയമസഭയിൽ സർക്കാർ കുറെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും പൊരുത്തമുള്ള കണക്കുകളാണ് ഈ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് ആർക്കെങ്കിലും പറയാനായി സാധിക്കുമോ? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറയാനായി സാധിക്കുമോ? ഇതൊക്കെ വെറും ഒരുതരം ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള ചില തട്ടിക്കൂട്ട് കണക്കുകളാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സാന്ദർഭികമായി ഞാനൊന്ന് പറയട്ടെ. എല്ലാവരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആരുടെയും പേര് പറയാതെ ഞാനൊരു സംഭവം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതും മാധ്യമങ്ങളിൽ വന്നതുമായ ഒരു സംഭവമാണല്ലോ. ഇതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന കേസിൽ ഒരു MLA-യുടെ മകൻ പിടിപെട്ടത്. എന്ത് സംഭവിച്ചു ആ കേസിന്? ഞാൻ ആരെയും വ്യക്തിപരമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒടുവിൽ കേസ് അന്വേഷിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന് മേൽ ശിക്ഷ വന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് തന്നെ പറയാൻ എനിക്ക് മടിയില്ല. എങ്ങനെ പോയി കേസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മകൻ അവിടെ കണ്ടു നിന്നതേ ഉള്ളൂ. ഇത് വലിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ കണ്ടു നിന്നതേ ഉള്ളൂ. അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് പോകുമെന്ന് കരുതിക്കൊണ്ട് ഈ കേസ് എഴുതി തള്ളുകയും ചെയ്ത ഒരു സംഭവം നടന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ 2025 എന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹ പാനലിസ്റ്റുകൾക്കും ബഹുമാനപ്പെട്ട ആങ്കർക്കും നന്നായിട്ട് അറിയാമെന്ന എന്റെ വിചാരം. എവിടെയാണ് ഈ നിയമമൊക്കെ പിടിക്കുന്നത്? ഇനി ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് വരാം. വിദ്യാർത്ഥികളെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും? അതിന് അധ്യാപകർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണല്ലോ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഒരു ഡിഗ്രി ഇവിടെ കൂടുതൽ ചെയ്യാൻ കഴിയുന്നവരാണ് അധ്യാപകർ എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. എന്നാൽ അധ്യാപകരുടെ കൈകൾ ഇപ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. നമ്മളിപ്പോൾ 2 ദിവസമായി കേട്ട ഒരു വാർത്തയുണ്ടല്ലോ. ഒരു വിദ്യാർത്ഥി കോട്ടയത്ത് ഒരു സ്കൂളിൽ നിരന്തരമായി താമസിച്ചു വരികയാണ്. താമസിച്ചു വരാൻ പാടില്ല എന്ന് അവിടുത്തെ PTA മീറ്റിംഗിൽ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കുട്ടി നിരന്തരമായി താമസിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ മാറ്റി നിർത്തി എന്തോ ഗ്രൗണ്ടിലൂടെ ഒരു വട്ടം ഓടിക്കുകയോ അതിനുശേഷം ഒരു മുറിയിൽ ഇരുത്തുകയോ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ഇന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ വിട്ടുപോയിരിക്കുകയാണ്. അവിടെ വലിയ വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ ആ ശിക്ഷ നടപ്പാക്കിയ അധ്യാപകരാകെ പ്രതികൂട്ടിലാണ്. അവിടെ രക്ഷകർത്താക്കൾ ഇപ്പോൾ സജീവമായി ഉണർന്നു വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ശിക്ഷ ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. അടിയന്തരമായി ആ സ്കൂളിൽ നടന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. മാതൃകാപരമായ നടപടി ആ മാനേജ്മെന്റിനെതിരായിട്ട് എടുക്കാൻ ഒരു താമസവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആത്മധൈര്യത്തോടുകൂടെ അധ്യാപകർക്ക് ഈ തരം ക്രമക്കേടുകളിൽ ഇടപെടാനായി സാധിക്കുക? അതായത് അധ്യാപകരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകർക്ക് വളരെയേറെ പരിമിതികളുള്ള ഒരു അധ്യാപക അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന്. പലപ്പോഴും അധ്യാപകരെ പണ്ട് ഞാനും ഏണുകയും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് ഭയമായിരുന്നെങ്കിൽ ഇന്ന് സംഭവം ആകെ മറിഞ്ഞിരിക്കുന്നു. ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഭയമാണ്. ആ തരത്തിലേക്കാണ്. കാരണം ഈ പറയുന്ന കഞ്ചാവ്, ലഹരി വസ്തുക്കളൊക്കെ ക്രയവിക്രയം ചെയ്യുകയും പെഡ്ലേഴ്സും കാരിയേഴ്സുമായിരിക്കുന്ന ആളുകളുടെ ഒക്കെ പിറകിൽ വളരെ ശക്തമായ സ്വാധീനമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ ഇടപെട്ടോട്ടെ. ശ്രീ AV ജോർജ്, നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടല്ല, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. സത്യം തുറന്നു പറഞ്ഞ ഹാരിസ് ഡോക്ടർ ഏതൊക്കെ തരത്തിൽ വേട്ടയാടാനുള്ള ശ്രമം നടന്നു, പക്ഷേ സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം വെച്ച് അവസാനിപ്പിച്ച് പിന്മാറേണ്ടി വന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിരിക്കണമല്ലോ കാര്യങ്ങൾ. കുട്ടികളെ
ലഹരി ഇടപാട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഹരി മാഫിയുമായുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികളെ അതിന് കണ്ണികളാക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ അധ്യാപകർ ഇടപെട്ടാൽ ഏതെങ്കിലും ഒരു പേരന്റ് അത് മനസ്സിലാക്കിയിട്ട് ആ അധ്യാപകനെ കുരിശിൽ കയറ്റുമോ? ഏതെങ്കിലും സംവിധാനം അതിന് കൂട്ടുനിൽക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചോദ്യം തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് പോകാത്തത്, ഈ മെഡിക്കൽ രംഗത്തൊക്കെ നടന്ന സംഭവങ്ങളിലേക്ക് പോകാഞ്ഞത് ബോധപൂർവം എന്നെ അക്കാര്യത്തിൽ വിലക്കും സംഭവത്തിൽ വിഷയത്തിൽ ഊന്നി നിൽക്കണമെന്ന് പറയുമെന്ന് ഭയമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതിരുന്നത്. എന്നാൽ ഇവിടെ പറയട്ടെ, ഇപ്പോൾ ചോദിച്ച അവസാന ഭാഗത്ത് അധ്യാപകരെ സഹായിക്കാനായി ആരും തന്നെ കൂട്ടുനിൽക്കുകയില്ല എന്ന് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറയാനായി സാധിക്കും. കാരണം രക്ഷിതാക്കൾ എപ്പോഴും തങ്ങളുടെ മക്കളെ ഏത് കുറ്റം ചെയ്താലും സംരക്ഷിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ക്രമക്കേട് കാട്ടിയാൽ പരീക്ഷയിൽ എന്തെങ്കിലും കോപ്പിയടി പോലുള്ള കൃത്യങ്ങൾ കാട്ടി നമ്മൾ ആ കുട്ടിയെ പിടിക്കുകയും നീ നാളെ മുതൽ പരീക്ഷ എഴുതണ്ട എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അധ്യാപകർ വരുന്നത്, മാതാപിതാക്കൾ വരുന്നത് മാതാപിതാക്കൾ മാത്രമായിട്ടല്ല, പ്രാദേശികമായ നേതാക്കളെയും കൊണ്ടാണ് ഈ അധ്യാപകരെയും അവിടുത്തെ പ്രധാന അധ്യാപകയെയും കാണാനായിട്ട് വരുന്നത് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അധ്യാപകരെ പിന്നോട്ട് വലിക്കുന്നു എന്ന കാര്യമാണ്. ഇത് നേരത്തെയും പലകുറി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അധ്യാപകർക്ക് അങ്ങനെ പിൻവലിയേണ്ടി വന്നു. വരുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറായ വ്യക്തിയാണ്. മാതൃകാപരമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കേസിൽ ആ അമ്മ അത് മനസ്സിലാക്കി. ആ അമ്മയുടെ മാതൃകാപരമായ ഇടപെടൽ കൊണ്ട് മാത്രം 100ഓളം കുട്ടികൾ അവർ ലഹരി ഉപയോഗിക്കുന്ന വിവരവും അവരെ മാതാപിതാക്കളെ അറിയിക്കാനും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞു. അപ്പോൾ അതിൽ കൂടി ബോധവൽക്കരണം ആവശ്യമാണ്. പേരൻസിനും ബോധവൽക്കരണം ആവശ്യമാണ്. എങ്ങനെ ആ വിഷയം ഹാൻഡിൽ ചെയ്യണമെന്നറിയാത്ത പല മാതാപിതാക്കളുമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അതിഥികൾ ദയവായി തുടരുക. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, ലീഗലൈസ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന വിപത്തല്ല ഈ സ്കൂൾ കുട്ടികളിലേക്ക് വരെ എത്തുന്ന സാഹചര്യം എന്നത് ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് അതിന് മറുപടി പറയാം. ഒപ്പം തന്നെ നോക്കൂ, ഇവിടെ ഏറ്റവും അവസാന കണ്ണികളിലേക്ക് മാത്രം നമ്മളുടെ അന്വേഷണം എത്തുന്ന സാഹചര്യമുണ്ട്. എങ്ങനെ ഇത് നടക്കുന്നു, ഇവിടെ വരെ എത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണം സാധ്യമാകുന്നില്ല. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കണ്ണിയിലെ ഒരെണ്ണം മാത്രം ആർത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നത് വളരെ വസ്തുതയാണ്. ഈ സാധനം എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നു, അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുകളിലുള്ള ആളുകൾ ആര്? അവിടെ പല നെക്സസ് ഉണ്ട്. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് തടയിടാൻ പറ്റാത്ത വിധം മാരകമായി വ്യാപിക്കുന്നത് എന്നതൊരു സാഹചര്യമല്ലേ? ഞാൻ വേറൊരു ഭൂഖണ്ഡത്തിന്റെ ഭാഗത്ത് നിന്ന് ഉറക്ക സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതിനെ തെറ്റായി ധരിച്ചിട്ടുകൊണ്ടാകാം ഇങ്ങനെ എൻ്റെ പാനലിസ്റ്റുകൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ, അതൊരു ചെറിയ കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഞാൻ കേട്ട സമയത്ത് പ്രൊഫസർ പറയുകയുണ്ടായി, ഈ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇതുപോലൊരു കാര്യത്തിൽ ഇടപെട്ടപ്പോൾ മാധ്യമങ്ങൾ ഇടപെട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ച കാര്യം, അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസിന്റെ കാര്യം, അതുപോലെ മറ്റൊരു MLA-യുടെ മകനെ പിടിച്ച കാര്യം. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, നിയമപാലകർ തന്നെ ഇതിനകത്ത് ആക്റ്റീവ്ലി എന്തെങ്കിലും അല്ലെങ്കിൽ വളരെ ഹോൾ ഹാർട്ടഡ്ലി പെരുമാറിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ചെറിയൊരു അപകടം സംഭവിച്ചാൽ മൊത്തത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വീഴ്ചയും അച്ചടക്ക നടപടികളും കേസെടുപ്പും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ മനസ്സിലാക്കാതെ 3 പേരും പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്. ഈ കയ്യടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പറയുന്ന ഒരാളല്ല ഞാൻ. എനിക്കിതിനേക്കാളും ഒക്കെ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രാക്ടിക്കലിറ്റിയാണ്. ഈ 17-18 വയസ്സിൻ്റെ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ വിഷയം ബാധകമേ അല്ല. കാരണം അവർക്കൊന്നും ഒരിടത്തും ഇത് നിയമവിധേയമല്ല. നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടനെ കേസെടുക്കും. അവരെ അസാധാരണ കേസെടുക്കും. ഇന്ന് ആ നിയമം എവിടെ പോയി?
ഒരു സ്ത്രീയും പുരുഷനും അത് അതും ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണോ അല്ല ഞാൻ ശ്രീ പറഞ്ഞു ടോമിൻ വരുന്നത് ജെ അല്ല തച്ചങ്കരി? അതല്ല ഒരു ഞാൻ തലമുറയെ പറഞ്ഞു തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന മാരകമായ ഞാൻ വിപത്താണ് ലഹരി ഞാൻ ഉപയോഗം എന്ന പറഞ്ഞത് കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഞാൻ തലമുറകളെ പറഞ്ഞത് ഇല്ലാതാക്കുന്നതാണ്. അതിനെയും ഇമോറൽ ഞാൻ ട്രാഫിക്കിംഗ്. നിങ്ങള് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് നിയമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ അപ്പൊ ഇതുപോലെ തന്നെ അനേകം കാര്യങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പം തത്തുല്യമായിട്ടുള്ളൊരു മാറ്റം ഇതിനകത്ത്, കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അങ്ങനെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഭയങ്കരമായ രീതിയിൽ ഇതൊരു ക്യാൻസർ പോലെ അങ്ങ് പടർന്ന് പന്തലിച്ചിരിക്കുക. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം എങ്ങനെ, സ്ത്രീകൾ എന്തുമാത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള അല്ലാത്തവരാണ് ഉപയോഗിക്കുന്നത്. മതത്തിൽ നിങ്ങൾക്കറിയാം, ചില മതങ്ങളിൽ ഇത് ലീഗലൈസ് വരെ ചെയ്തിട്ടുണ്ട്, അല്ലെ? നിങ്ങൾക്കറിയാം. അപ്പം ഇത് വലിയ രീതിയിലുള്ള ഒരു എനിക്ക് മനസ്സിലായില്ല. ഏത് മതത്തിലാണ് സർ ലീഗലൈസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചോട്ടെ. അല്ല, അത് എനിക്കിപ്പോ പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏത് മതത്തിലാണ് കഞ്ചാവ് ലീഗലൈസ് കഞ്ചാവോ രാസലഹരിയോ ലീഗലൈസ്ഡ് ആവും? രാസലഹരിയല്ല ഞാൻ പറഞ്ഞത്. ഹിമാലയ സാനുക്കളിലെ നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ അത് അവിടെ വർഷങ്ങളോളം ധ്യാനം ഇരിക്കുന്ന എല്ലാ സമയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. എവിടെയാണ് ചരിത്രത്തിൽ പരാമർശമുള്ളത്? അല്ലല്ല, അത് തെറ്റിദ്ധരിക്കലാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ടീനേജുകാർ വന്ന് പറയുന്നത്, എന്നോട് വന്ന ഒരു ടീനേജുകാരൻ പറഞ്ഞതാ, അങ്കിൾ ഇത് വെജിറ്റബിൾ ആണ്, അങ്കിൾ ഇത് നാച്ചുറലാണ്, അങ്കിൾ ഇത് ഹെർബലാണ്, അങ്കിൾ ചീര കഴിക്കാറില്ലേ. ഇനി അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു, പക്ഷേ ആ വാക്ക് ഇന്ത്യയിലെ ഒരു ദൈവവുമായി ബന്ധപ്പെടുത്തി. ആ വാക്ക് പറയാൻ ഇന്നെനിക്കൊരു ഭയമുണ്ട്, നമ്മുടെ സാമൂഹിക സാഹചര്യം വെച്ചുകൊണ്ട്. ആ ഒരു ശിവൻ, ആ ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം വരെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ടീനേജ് മനോഭാവം അല്ല സർ. ആങ്കർ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഇതുപോലെയുള്ളൊരു ചർച്ചയിലെ സത്യത്തിൽ നിങ്ങൾ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണമായിരുന്നു. ഇപ്പൊ ഞാൻ അടക്കമുള്ളവരെല്ലാം പ്രായമുള്ളവരാ. ഇതിന്റെ ഒരു അഫക്റ്റഡ് പാർട്ടി. നിങ്ങൾ ഒരു 6-7 കുട്ടികളെ കൊണ്ടുവച്ച് അവരോട് കേൾക്കുക. അവരെയാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് വെക്കേണ്ടിയിരുന്നത്. ഏതായാലും ഇപ്പം ഞാനിപ്പം അവിടെ നിന്ന് വിട്ടുപോകുന്നു. ഇപ്പൊ അവിടുത്തെ ഇപ്പൊ അടുത്ത കാലങ്ങളായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചുരുക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഇരുന്നവർ എന്ത് പറഞ്ഞാലും ശരി, വളരെയധികം വിദൂരമല്ലാത്ത സമയങ്ങളിൽ ലോകമെമ്പാടും ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വരും. അത് ഈ പറഞ്ഞ കുട്ടികളിലേക്കൊന്നും ഒരിക്കലും വരില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പോയാൽ ഇതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമേ അല്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഉപയോഗിക്കുന്നതല്ല, ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ എന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ, ഞാൻ നിയമപാലകൻ എന്നുള്ള നിലയിൽ ഇതുപോലെ ഒത്തിരി കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ ദുഷ്കരമാണ്, ഭയങ്കര ഭീകരമായ രീതിയിൽ എല്ലായിടത്തും ഇടപെട്ടിട്ട്. ഞങ്ങളോട് മിനിസ്റ്റർ സംസാരിക്കുമ്പോഴും ഇന്ന് പറഞ്ഞത്, മിനിസ്റ്റർ എം പി രാജേഷ് പറഞ്ഞത്, നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ, അതിൽ കൂടുതൽ ജാഗ്രത വേണം, സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊരു സാഹചര്യം മിനിസ്റ്ററും ചൂണ്ടിക്കാട്ടി. ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, സ്കൂൾ കുട്ടികൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചുറ്റും നോക്കിയാൽ രാഷ്ട്രീയ മേഖലയിൽ, സിനിമാ മേഖലയിൽ, അവൻ്റെ അയൽക്കാരൻ, എല്ലാവരും ഇതിൻ്റെ പിടിയിലാണ്. അക്രമ സംഭവങ്ങൾ എത്ര എണ്ണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാതെ കൊലപ്പെടുത്തുന്ന, അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചേഷ്ട കാണിക്കുന്ന മകനെ നമ്മൾ കണ്ടു, ഒരു കുറ്റബോധവുമില്ലാതെ. അപ്പോൾ അതിൽ സമൂഹത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അത് സ്കൂളുകളിലേക്കും ഇറങ്ങിച്ചെല്ലുകയാണ്, അത് വലിയ വ്യാപനം നടത്തുകയാണ്. എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഈ വല പൊട്ടിക്കുക? നമുക്ക് ഈ കുറ്റബോധം പോലും ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിയമപാലകർ ഉൾപ്പെടെ ഉള്ളവർ ഇതങ്ങ് ലീഗലൈസ് ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് വലിയൊരു ഹാസ്യമായി ഞാനങ്ങ് എടുക്കുക. കാരണം അതിന് മറുവാദമില്ല. മറുവാദം പറഞ്ഞാൽ ഇതൊരിടത്തും എത്തില്ല. ഇതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ പേരൻറ്റിങ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ബോധ്യവാന്മാരാകേണ്ടതുണ്ട്. സ്വന്തം കുട്ടിയിൽ ഉണ്ടാകുന്ന എന്ത് ശാരീരികവും മാനസികവുമായ വ്യതിയാനങ്ങൾ നമ്മൾ തിരിച്ചറിയാനും നമുക്ക് ഇടപെടാനും സാധിക്കണം. പിന്നെ സ്കൂളുകളിൽ ഇതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവണം. സമൂഹത്തിൻ്റെ ഒരു കണ്ണ് സ്കൂളുകളിൽ ഉണ്ടാവണം. സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളുടെ ഈ പെരുമാറ്റ വൈകല്യങ്ങളും സ്വഭാവ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ളവ നമുക്കറിയാനും അവയെ കൃത്യമായി പ്രാഥമികമായ ഒരു കൗൺസിലിങ്ങോ മറ്റോ സ്കൂളിൽ നടത്തിയിട്ട് അതിനുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അത്തരമൊരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഒരു സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമാകണം, സാമൂഹ്യ നിരീക്ഷണത്തിൻ്റെ ഭാഗമാകണം. സ്കൂളുകൾ ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് എല്ലാ സമൂഹത്തിന് സ്കൂളുകളിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം നിയമ സംവിധാനങ്ങളും കർക്കശമാക്കണം. ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, ഈ നിയമ സംവിധാനങ്ങൾ കർക്കശമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറ്റകൃത്യം ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഞാൻ ശരിയാക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ പ്രാഥമിക
സാമൂഹികമായി കുടുംബത്തിൽ നിന്നും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. ഒന്നുകൂടി ഉറപ്പിച്ച് പറയട്ടെ, ഹിമാലയത്തിലെ ഋഷിവര്യന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ 10 രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടോ ഇതങ്ങ് ലീഗലൈസ് ചെയ്യാമെന്ന് പറയുന്നത് കൃത്യമായ അശാസ്ത്രീയമായ അസംബന്ധമാണെന്ന് തന്നെ സൂചിപ്പിക്കുന്നു. തീർച്ചയായും നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് എനിക്ക് സമീറയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയാതെ പോയത്. എന്തായാലും ജാഗ്രത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അമ്മയുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് 100ഓളം കുട്ടികൾ ഇപ്പോൾ അതിൽ നിന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ നിരീക്ഷിക്കുക, ഒപ്പം അധ്യാപകർക്കും അവരുടേതായ കടമയുണ്ട്, സമൂഹത്തിനാകെയുമുണ്ട്. കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സമീറ അവീസ്, ഡോക്ടർ മോഹൻ റോയ്, പ്രൊഫസർ AG ജോർജ്, ശ്രീ ടോമിൻ ജെ തച്ചങ്കരി. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം.